എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ചുള്ള വിഷമതകളിൽ നിന്നും ഉള്ളതിനെ കുറിച്ചുള്ള നന്ദിയിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. സ്കേഴ്സിറ്റിയിൽ നിന്നും അവൈലബിലിറ്റിയിലേക്ക്, അബൻഡൻസിലേക്ക് ഒരു യാത്ര നടത്തുക. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് അധികം പരാതി പറയുക. നിങ്ങളൊരു പരാതിപ്പെട്ടി പോലെ ഇരിക്കേണ്ട ആളല്ല. എപ്പോഴും പരിഭവങ്ങളും പരാതികളും പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഏതോ ഒരു കോട്ടയ്ക്കുള്ളിൽ അടച്ചിടുകയാണ്. അവിടെ കൃത്യമായിട്ട് ജീവശ്വാസം പോലും കിട്ടുന്നില്ല, സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇങ്ങനെ ഇരുട്ടുമുറിയിൽ കുത്തിയിരുന്ന് എരിച്ചു തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. അങ്ങനെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ജീവിതമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. ഈ കാനായിലെ കല്യാണ വിരുന്ന് അതൊരു പ്രതീകം പോലെ എടുക്കുക. അമ്മ അവിടുത്തെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ല. അവര് പ്രോ ആക്റ്റീവാണ്, റിയാക്റ്റീവ് അല്ല. റിയാക്റ്റീവായിട്ട് പ്രശ്നത്തെ ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടി മറ്റൊരു പ്രശ്നമായി തീരുന്നില്ല മാതാവ്, മറിച്ച് പ്രോ ആക്റ്റീവ് വ്യക്തിത്വമാണ്. അവിടെ മകനോട് പറയുന്നത് അവർക്കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുക. അവിടെ കുറവുണ്ട്, കുറവ് മാറ്റി നിറവ് കൊണ്ടുവരിക. നിറവ് വന്നു, കുറവില്ലാതായി. ഇങ്ങനെയല്ലേ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ഈ കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കരുത്. കുറവുകളെ പഠിക്കണം, ബോധം വേണം, ബുദ്ധി വേണം. നിങ്ങളുടെ കുറവെന്തെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങളുടെ ലയബിലിറ്റിയെ പോലും അസറ്റാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കണം. അതാണ് ബോധം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ആത്മീയത എന്നുള്ളത്.